ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ നിന്നും യാത്ര തിരിച്ച് ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ നഗരമായ പ്രാഗിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് 2 മണിക്കൂർ പിന്നിട്ടു. ഇനി 2 മണിക്കൂർ കൂടി യാത്രയുണ്ട്. ലോകത്തിലെ സഞ്ചാരപഥങ്ങളിൽ നിറസാന്നിധ്യമായ ഫ്ലിക്സ് ബസ്സിലാണ് യാത്ര. 2012-ൽ ജർമ്മനിയിൽ നിന്നും തുടങ്ങിയ കമ്പനി, ലോകത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഇടം പിടിക്കാൻ അധികം സമയം ആവശ്യമായി വന്നില്ല. ഇന്ന് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും നോർത്ത് അമേരിക്കയിലുമടക്കം ഒരുപാട് രാജ്യങ്ങളിലായി 4 ലക്ഷം ഡെയിലി സർവീസുകൾ വിജയകരമായി നടത്തുന്ന കമ്പനി കൂടിയാണ് ഫ്ലിക്സ് ബസ്. വൈഫൈ, ഭക്ഷണം, ടോയ്ലറ്റ് സൗകര്യം എന്നിവയെല്ലാം യാത്രയിലുടനീളം ലഭ്യമാണ്. സുഖകരമായ യാത്ര നൽകുന്നതോടൊപ്പം കുറഞ്ഞ ചിലവാണ് യാത്രക്കാർക്കുള്ളത് എന്നതാണ് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നത്. 4 മണിക്കൂർ യാത്ര കഴിയുന്നതോടെ പ്രാഗ് നഗരത്തിന്റെ വിദൂര കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള 496 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള 100 ഗോപുരങ്ങളുടെ നാട് എന്ന് വിളിപ്പേരുള്ള പ്രാഗ് എന്നും യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു. 9-ാം നൂറ്റാണ്ടോടെ പ്രാഗ് കൊട്ടാരത്തിന്റെ ചുറ്റിലുമായി ഉയർന്നു വന്ന നഗരമാണ് പ്രാഗ്. ലോകരാഷ്ട്രീയ ചലനങ്ങളെല്ലാം നഗരത്തെ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് നഗരത്തിന് ആധുനിക മുഖം കൈവന്നെങ്കിലും ഗോത്തിക്, ബറോക്ക്, റോമനെസ്ക് വാസ്തുവിദ്യകളെല്ലാം പുരാതനനഗര ഭാഗങ്ങളിൽ കാണാവുന്നതാണ്. ഓൾഡ് ടൗൺ, ന്യൂ ടൗൺ എന്നീ 2 ഭാഗങ്ങൾ നഗരത്തിനുണ്ട്. പ്രശസ്തമായ ഓൾഡ് ടൗൺ സ്ക്വയർ, ആസ്ട്രോണമിക് ക്ലോക്ക് എന്നിവ ഓൾഡ് ടൗണിലും, വെൻസെസ്ലാസ് സ്ക്വയർ, നാഷണൽ മ്യൂസിയം, ഡാൻസിംഗ് ഹൗസ് എന്നിവ ന്യൂ ടൗണിലും കാണാം. സന്ധ്യാസമയത്തെ തിരക്ക് പിടിച്ച നഗരവീഥികളാണ് കാഴ്ചയിൽ. നഗരത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ട്രാം സർവീസുകളും ബസ്സുകളും വീഥികളിൽ സജീവമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന പ്രേഗ് മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് മുന്നിൽ. രാജ്യാതിർത്തികൾ കടന്നുള്ള യാത്രകൾക്കും ട്രെയിൻ സർവീസുകളുണ്ട്. നഗരത്തിലെ മുനിസിപ്പൽ ഹൗസ് ആണ് ഈ കെട്ടിടം. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഐക്കണിക് ആയതുമായ ആർട്ട് ന്യൂവോ കെട്ടിടങ്ങളിൽ ഒന്നാണിത്. 1905-ൽ നിർമ്മാണം തുടങ്ങി 1912-ലാണ് പൂർത്തിയാകുന്നത്. ഓസ്വാൾഡ് പോളിയുക്ക, അന്റോണിൻ ബാൽസാനിക് എന്നീ 2 ആർക്കിടെക്ചേഴ്സിന്റെ കൈകളാണ് ഈ ന്യൂവോ നിർമ്മാണത്തിന്റെ പിന്നിൽ. ഈ കാഴ്ചയിൽ നിന്നും ഈ കെട്ടിടത്തിന്റെ വലിപ്പം നമുക്ക് ദൃശ്യമാണ്. മനോഹരമായ ചിത്രപ്പണികളാലും കുത്തുപണികളാലും സമ്പന്നമായ ഈ കെട്ടിടം ടൂറിസ്റ്റുകളുടെ മുഖ്യ ആകർഷണ കേന്ദ്രമാണ്. കെട്ടിടത്തിന് പിന്നിലെ തെളിഞ്ഞ ആകാശവും കെട്ടിടത്തിലേക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശവും കെട്ടിടത്തിന്റെ ഭംഗി കൂട്ടുന്നു. ഇതാണ് പ്രാഗ് നഗരത്തിലെ പുരാതന ടൗൺ സ്ക്വയർ. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ക്വയർ മുഴുവൻ സമയവും ടൂറിസ്റ്റുകളാൽ തിരക്കുപിടിച്ച സ്ഥലമാണ്. സ്ക്വയറിനു ചുറ്റും ചരിത്ര നിർമ്മിതികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് ഈ കാണുന്നത്. 1410-ൽ നിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും പുരാതന ആർക്കിയോളജിക്കൽ ക്ലോക്ക് ആണിത്. 7 നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും പ്രവർത്തനസജ്ജമാണ് എന്നതാണ് ഇതിന്റെ കൗതുകകരമായ വസ്തുത. നഗരത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾ ആരും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ലൊക്കേഷൻ കൂടിയാണിത്. സെൻട്രൽ യൂറോപ്യൻ ടൈം, ഓൾഡ് ചെക്ക് ടൈം അഥവാ ബോഹീമിയൻ ടൈം, ആകാശത്തിലെ ചന്ദ്രന്റെയും സൂര്യന്റെയും പൊസിഷൻ എന്നിവയെല്ലാം ഈ ക്ലോക്ക് കാണിച്ചു തരുന്നു. രാജ്യതലസ്ഥാനത്തിലൂടെ ഒഴുകുന്ന വിൽത്താവ റിവറിന്റെ മുകളിലൂടെയുള്ള പാലങ്ങളും നഗരകാഴ്ചകളുമാണിത്.
രാജ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ നാഷണൽ മ്യൂസിയം ആണിത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രദർശന സമയം. 300 ചെക്ക് കറൻസിയാണ് എൻട്രൻസ് ഫീ. രാത്രി കാഴ്ചയിലും മനോഹരമാണ് മ്യൂസിയം.